മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടി തളർന്ന് ചിറകറ്റുപോയി അഭിഭാഷകരുടെ ഇടയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറണം. നന്മയ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷി, സമൂഹത്തിലെ മനസ്സാക്ഷിയെ സംരക്ഷിക്കുന്ന രക്തസാക്ഷി. ഒരു വിവരാവകാശ രേഖ ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ആ വിവരാവകാശ അപേക്ഷ ഇവർ കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിരന്തരമായി ചിലർ പീഡിപ്പിച്ചത്. അങ്ങനെ ഒരു വിവരാവകാശ രേഖ അവർ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ പേരിൽ അങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊരു വിവരാവകാശ അപേക്ഷ ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ചോർന്നു? അത് ചോർത്തിക്കൊടുത്തയാൾ ഇതിലൊരു പ്രതിയല്ലേ? ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തിയ ഇവരുടെ സഹപ്രവർത്തകർ ഇതിലെ പ്രതിയല്ലേ? ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സ്വന്തം ജോലിയുടെ കോൺഫിഡൻസ് എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതി. അത് രഹസ്യ സ്വഭാവമുള്ള രേഖയാണ്. ആ രഹസ്യ സ്വഭാവമുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് CR അത് ഇവരടങ്ങുന്ന എല്ലാ APP-മാരുടെയും മുന്നിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവസാനം ഇവർ അനുഭവിച്ചത് അതായിരുന്നു അവിടെയുള്ള അപമാനം. കോടതിയിൽ APP-മാർ സർക്കാർ ശമ്പളം പറ്റുന്നവരാണ്. അവിടെ വരാതെ ഒപ്പിടാതെ മാറി നിന്നുകൊണ്ട് അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ അവർ അവരുടെ ചൂണ്ടുവിരൽ നീട്ടി. അത് സത്യസന്ധതയുടെ, പ്രവർത്തനക്ഷമതയുടെ, സർക്കാർ ജോലിയോടുള്ള കൂറിന്റെ ഭാഗമായിരുന്നു. അതിനെതിരെ മറ്റുള്ളവർ ഇവർക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടുവന്നു. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നിയമത്തിലുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അപരാധികളെ രക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കാനും ഇടതുപക്ഷത്തിൽപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാകരുത്, മാറി നിൽക്കണം, കേസ് തോറ്റു കൊടുക്കണം എന്നൊക്കെ ഇവരോട് ആവശ്യപ്പെടുമ്പോൾ അതിന് ഞാൻ വഴങ്ങില്ല എന്ന നെഞ്ചത്തെ കൈവച്ച് ആദർശത്തെ മുറുകെ പിടിച്ചു എന്ന ഒരു തെറ്റാണ് പരീക്ഷ ചെയ്തത്. ആദർശത്തെ മുറുകെ പിടിച്ച തെറ്റ് ഒരു സത്യാന്വേഷണ, ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷയാണ് എനിക്ക് ഓർമ്മ വന്നത്. തന്റെ ആദർശത്തിന്റെ പേരിൽ ആദർശത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയത്. അവർ പഠിച്ച നിയമം സാധാരണക്കാരന് അവന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ്. കോടതിയിൽ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അഭിഭാഷകർ വേണം. അതൊരു മീഡിയമാണ്. നമുക്ക് ഒരു മധ്യസ്ഥനാണ്. ആ മധ്യസ്ഥൻ തന്റെ കക്ഷിയെ ചതിക്കുന്ന രീതിയിലേക്ക് നീങ്ങണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഈ അരീഷ്യത്തിന് വഴങ്ങിയില്ല എന്നതാണ് അവരുടെ തെറ്റ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട്, സ്ഥലം മാറ്റ ഭീഷണി മുഴക്കിക്കൊണ്ട്, അപവാദ പ്രചരണം നടത്തിക്കൊണ്ട്, ആത്മാഭിമാനത്തിന്റെ മുന്നിൽ കത്തി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സാധാരണ സ്ത്രീയെ, ആദർശ ശുദ്ധിയുള്ള സ്ത്രീയെ സ്വന്തം തൊഴിലിടത്ത് പ്രവർത്തിക്കാൻ ഈ സമൂഹത്തിലെ വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ധാർഷ്ട്യമുള്ളവർ സമ്മതിച്ചില്ല. ഇവരുടെ ആത്മഹത്യയുടെ പിറകിലുള്ള പ്രേരണ കുറ്റത്തിന് ആദ്യമായും അവസാനമായും പ്രതികൾ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയക്കാരുടെ നോമിനേഷനുകളിലൂടെ APP-മാരായവരാണ്. ആ രാഷ്ട്രീയക്കാരുടെ പേര് പറഞ്ഞ് ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവരാണ്. അവർക്കെതിരെ കൃത്യമായ നിയമ സംവിധാനം ഉണ്ടായിരിക്കണം. കൃത്യമായ അന്വേഷണം വേണം. അത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ എത്തില്ല. കാരണം ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ധാർഷ്ട്യം കാണിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ സഖാവ് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ഈ കേരളത്തിൽ ആ ഇടതുപക്ഷ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസിനുണ്ടാകുമെന്ന് ഉറപ്പാണ്.
ഇവർ എഴുതി വെച്ച ഇവരുടെ ആത്മഹത്യാ കുറിപ്പ് പോലും പോലീസിന്റെ കയ്യിൽ ഭദ്രമല്ല. അത് വെള്ളം ചേർക്കപ്പെടും അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ സ്ത്രീകളുടെ പ്രതീകമായ ആദർശ ചിന്തയുള്ള ഒരു സ്ത്രീ, പ്രവർത്തിക്കുന്ന സ്ത്രീ ഈ കേരളത്തിൽ സുരക്ഷിതയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവരെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് നയിച്ചവരെ കൃത്യമായി എണ്ണി അഴികൾക്കുള്ളിലിട്ട് മറുപടി പറയിപ്പിക്കണമെങ്കിൽ കേരള പോലീസോ കേരള ക്രൈം ബ്രാഞ്ചോ വിചാരിച്ചാൽ നടക്കില്ല. കാരണം അവരെ അങ്ങനെ വിചാരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് BJP പറഞ്ഞത് ഈ അന്വേഷണം CBIക്ക് വിടണം. കൃത്യമായ രീതിയിൽ പക്ഷപാതരഹിതമായ മുൻവിധികളില്ലാത്ത ഒരന്വേഷണത്തിന് മാത്രമേ അനീഷയോട് നീതി പുലർത്താൻ പറ്റൂ. ഈ കേസ് കേരളത്തിലെ ഏത് പോലീസ് വിഭാഗം ഏത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും അവസാനം ആ കേസിന്റെ റിസൾട്ട് എന്തായിരിക്കും? അംനീഷ്യ, മറവിയിലേക്ക് വഴുതി അതങ്ങ് ഇറങ്ങിപ്പോവുകയും അവസാനം അനീഷയുടെ മരണം ഈ ചരിത്രത്തിൽ ഒന്നുമല്ലാതാവുകയും ചെയ്യും. അതില്ലാതിരിക്കാനാണ് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അനീഷയുടെ വ്യക്തിപരമായ ആരോപണങ്ങളും അവരുടെ വാങ്മയങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് വണ്ടിപ്പെരിയാറിലെ പാവം 6 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ആ ശിക്ഷയുടെ വിധി പറഞ്ഞ ദിവസമാണ്. കേരളം മുഴുവൻ ടിവിയുടെ മുന്നിലിരുന്ന് അർജുൻ എന്ന് പറയുന്ന പ്രതി എന്ന് പറയപ്പെട്ടയാൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക എന്ന് ഓർത്തിരുന്നപ്പോൾ അയാളെ വെറുതെ വിടേണ്ടി വന്ന ഒരു ജഡ്ജിയുടെ വേദന അവരുടെ വിധിയിലുണ്ടായിരുന്നു. പോലീസുകാര് പ്രതിക്ക് വേണ്ടി വെള്ളം ചേർത്ത FIR എഴുതി. ആ FIR അന്ന് മറ്റൊന്നും അന്വേഷിക്കാതെ അതിന്റെ മാത്രം ബലമില്ലായ്മയിൽ കടിച്ചു തൂങ്ങി പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷിച്ചു. അവസാനം എല്ലാവർക്കും അറിയുന്ന പകൽ പോലെ പരമാർത്ഥമായ അറിയുന്ന ഒരു പ്രതി അയാൾ റോഡിലിറങ്ങി പെൺകുട്ടിയുടെ അച്ഛന് വീണ്ടും കുത്തേറ്റു. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? ലഹരിയും മദ്യവും ഇവിടെ അരങ്ങേറി വിക്രിയകൾ കാണിക്കുമ്പോൾ സ്ത്രീകൾക്ക് നടക്കാൻ പറ്റുമോ? ഇവിടുത്തെ സാധാരണ പെൺകുട്ടികൾക്ക് തൊഴിലേറെ സുരക്ഷിതത്വമുണ്ടോ? പെൺകുട്ടികൾ ജോലിക്ക് പോകണം, സ്ത്രീകൾ ജോലിക്ക് പോകണം, സ്ത്രീകൾ സംരംഭകരാവണം, സ്ത്രീകൾക്ക് മാന്യത വേണം, സ്ത്രീകൾക്ക് ആദരവ് വേണം, സ്ത്രീകൾക്ക് മുദ്ര ലോൺ അടക്കം എടുത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ മുൻനിർത്തിയുള്ള സമീപനങ്ങൾ നടത്തുമ്പോൾ വനിതാക്ഷേമത്തിന്റെ വാക്കും പറഞ്ഞ് അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ ഭരണകൂട കാലഘട്ടത്തിൽ കേരളത്തിൽ എത്രയോ സ്ത്രീ പീഡനങ്ങളും സ്ത്രീ മരണങ്ങളും തട്ടിക്കൊണ്ടുപോകലും എല്ലാം നടന്നാടുമ്പോൾ ഇവിടുത്തെ സ്ത്രീക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. സ്ത്രീകളുടെ ജീവിതം അപകടത്തിലാണ്. അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട അനീഷയുടെ മരണം. അതുകൊണ്ട് തന്നെ മഹിളാ മോർച്ച ഇവിടുത്തെ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകളുടെ അപമാനമില്ലാത്ത സാഹചര്യത്തിന് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകളുടെ തൊഴിലുറപ്പിനും തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഭാരതീയ ജനതാ മഹിളാ മോർച്ച ഈ കേസ് CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ തക്കതായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുമാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സമൂഹം സ്ത്രീകൾക്ക് കൂടിയുള്ളതാണ്. ഈ സമൂഹം സ്ത്രീകൾക്ക് സമാധാനമായി ജീവിക്കാനുള്ളതാണ്. ഈ സമൂഹം സ്ത്രീകൾക്ക് സമാധാനമായി വഴി നടത്താനുള്ളതാണ്. ഈ സമൂഹം ആദർശശുദ്ധിയുള്ളവർക്ക് വേണ്ടി, സത്യസന്ധതയുള്ളവർക്ക് വേണ്ടി, നീതി പുലർത്തുന്നവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. അതിന് നീതിയുടെ ദേവതയായ കോടതി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തന്നെ അതിനെതിരെയുള്ള നീക്കം നടക്കുമ്പോൾ പഴയ ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, ഇഫ് ഗോൾഡ് റൈസ് വാട്ട് ഷാൽ ഐ ഡു? സ്വർണം തന്നെ തുരുമ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇരുമ്പ് എന്ത് ചെയ്യും? സ്വർണം തുരുമ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കോടതികളുടെ ഇത്തരം നയങ്ങള്, ഇത്തരം മുൻവിധിയോടുകൂടിയുള്ള പക്ഷപാതപരമായ പ്രവർത്തനങ്ങളിലേക്ക് രാഷ്ട്രീയമായ ഭയപ്പെടുത്തലുകളിലൂടെ കോടതിയിലെ ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ടെങ്കിൽ
അത് ഈ കേരളത്തിന്റെ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ മാത്രമല്ല, വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ അപജയത്തിന്റെ കാലമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അനീഷയ്ക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ നടപടികൾക്കും ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഇതിനെക്കുറിച്ച് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ അഡ്വക്കേറ്റ് രൂപ ബാബു സംസാരിക്കുകയാണ്.